കുട്ടിപ്പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE 8-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ +971 5263 10876. ഉള്ളെങ്കിലും ഓലയ്ക്ക് അടിച്ച് വളർത്തണമെന്നാ കാരണവന്മാര് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ഒരുത്തനുണ്ട്, എന്റെ ദൈവമേ, ഒരു കാശിനും കൊള്ളത്തില്ല. അവനെ ഞാൻ ഒലക്ക കൊണ്ടടിച്ചാൽ ആ ഒലക്ക എന്നെ തിരിച്ചടിക്കും. 10ാം ക്ലാസ്സിലെ പരീക്ഷ തട്ടി മുട്ടി എഴുതി. +1-ന് 2 വിഷയം അവൻ കൊണ്ട് കളഞ്ഞു. +2-ന്റെ റിസൾട്ട് വരുന്ന ദിവസവും ഞാൻ എന്തോ ചെയ്യും ദൈവമേ. ഇവനെയാണെങ്കിൽ ഒരു പോലീസുകാരനായി കാണണമെന്നാണ് അവന്റെ അച്ഛന്റെ ആഗ്രഹം. അച്ഛൻ ഇവിടെ ഇല്ല, അച്ഛൻ ദുബായില്ല. അങ്ങാർക്കാണെങ്കിൽ കാക്കി 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 എന്ന് പറഞ്ഞാൽ കാക്കിയോടങ്ങ് ജീവനാ. കാക്കി ഇട്ടവന്റെ നേരെ കൈ ഓങ്ങിയാൽ നിനക്കൊക്കെ പൊള്ളും. ആ കാക്കി ഊരി വെച്ചിട്ട് അവന്റെ നേരെ ചങ്ക് കീറിയാൽ നിനക്കൊക്കെ പൊള്ളും. ഇതെന്തിനാ ഞാൻ ഇങ്ങനെ പറഞ്ഞെന്നറിയൂ? ഒരു അമ്മയുടെ രോദനം. എന്റെ ദൈവമേ, എനിക്കൊന്നും അറിയാൻ പാടില്ല. ഈ ചെറുക്കനെങ്ങാനും +2-ന് തോറ്റു കഴിഞ്ഞാൽ ഞാൻ ഈ പെണ്ണുങ്ങളുടെ മുഖത്ത് ഞാൻ എങ്ങനെ നോക്കും? ചെറുക്കോട്ട് എഴുന്നേറ്റ് വരാൻ പറഞ്ഞു കേട്ടോ. നീ പള്ളിയിറക്കം കഴിഞ്ഞ നിന്റെ അതിലാരുറങ്ങിയെന്ന് അമ്മ പറയുന്നത്? ഇന്ന് +2-ന്റെ റിസൾട്ട് വരെയാണ്. ആരെങ്കിലും കിടന്ന ഉറക്കം വരൂ? ഞാൻ തിരിഞ്ഞും മറിഞ്ഞും കിടന്ന് നേരം വിളിപ്പിച്ചാണ്, അറിയാമോ? പരീക്ഷയുടെ തലേന്നുറക്കം, പരീക്ഷയുടെ ഹാളിൽ ഇരുന്നുറക്കം. ഇങ്ങനെ ഇരുന്നുറങ്ങിയ റിസൾട്ട് വരുമ്പോ മാത്രം എന്തുവാടാ ഇത്ര ഉറക്കം നിനക്ക്? എനിക്ക് ടെൻഷൻ അടിക്കണം അമ്മ, എനിക്ക് ടെൻഷൻ അടിക്കും. ഞാൻ തോറ്റു പോകുന്ന പേടി അമ്മ. അയ്യോ, ഭയങ്കര പേടി. ഇന്ന് പേടിച്ചിട്ട് കാര്യമൊന്നുമില്ല, അന്ന് പേടിക്കണമായിരുന്നു. പുട്ടുണ്ടാക്കി വെച്ചിട്ട് എടുത്ത് കഴിക്കും. പുട്ടൊന്നും എനിക്ക് വേണ്ട. പല ദോശ വല്ല ചപ്പാത്തി ഉണ്ടാക്കി തരാൻ പറഞ്ഞു. പുട്ടുണ്ടാക്കി വെച്ചേക്കുന്നത് എനിക്ക് ആകെ പുട്ട്. പുട്ടു വേണ്ടാന്ന്. നമ്മുടെ കാലത്ത് ഇത് വല്ലതും ഉണ്ടോ? കപ്പ പുഴുങ്ങിയത്, പയറ് പുഴുങ്ങിയത്, ചേന പുഴുങ്ങിയത്, ഇങ്ങനെയൊക്കെ കഴിച്ചോണ്ടാണ് ഈ ചേമ്പ് തടത്തിലെ ലീലാവതി ജീവിച്ചിരുന്നത്, അറിയാമോ? എന്നിട്ട് അപ്പൊ റോഡേ പോകുമ്പോ ആൾക്കാർ പറയണോ ചേമ്പ് തടമെന്നല്ല പറയുന്നത്, കമ്പക്കെട്ട് കുടുംബം പോണെന്നാണ് പറയുന്നത്. എന്റെ കുടുംബത്തെ പറ്റി നീ പറയാറായിട്ടില്ല എന്റെ മോനെ, നീ പറയാറായിട്ടില്ല. നീ ഇന്ന് +2-ന് നീ ജയിച്ച് കാണിക്കുക. നിനക്ക് ഞാൻ നല്ല ഒന്നാന്തരം ഒരു സദ്യ ഒരുങ്ങി തരാം. ഞാൻ സദ്യ ഒരുക്കുന്നതാണ് അമ്മയുടെ വിഷയം. ഇപ്പൊ എനിക്ക് പ്രായം 17, 21 വയസ്സാകുമ്പോ കല്യാണ പ്രായമായി. വിളിച്ച് എല്ലാവർക്കും നാട്ടുകാർക്ക് ഒരു സദ്യ കൊടുത്താൽ കല്യാണം കഴിച്ചാൽ. മക്കളെ, ആദ്യം ഒരു ഷോർട്ട് ഫിലിം പിടിച്ച് കാണിക്കും. എന്നിട്ട് നീ 100 കോടി പടത്തിന്റെ ക്ലബിൽ കയറാനായിട്ട് നോക്കും. അപ്പൊ കെട്ടാനായിട്ട് നടക്കുന്ന ഇടച്ചിറക്കം നീ കെട്ടിക്കൊണ്ട് വരുന്ന പെണ്ണിനെ പോലെ അവിടെ തുണി ഞാൻ അലക്കണമല്ലോടാ. ഞാന് അമ്മ എന്തിനാ ടെൻഷൻ അടിക്കുന്നത്? വിദേശത്ത് ജോലിയുള്ള ഒരു പെണ്ണിനെ ഞാൻ കെട്ടിയാൽ തീരാന്നുള്ള പ്രശ്നമല്ലേ ഉള്ളൂ. മനസ്സിലായില്ല? 2 വർഷം കൂടുമ്പോഴേ ലീവിന് വരുള്ളൂ. അപ്പൊ അത്രയും കുറച്ച് കാണിച്ചാൽ മതി. എന്നെ കൂടെ കൂടുതലൊന്നും പറയിപ്പിക്കരുത് കേട്ടോ. ഇവനൊക്കെ സൗകര്യം കൂടി പോയതുകൊണ്ടാ. നമ്മളൊക്കെ പഠിക്കുന്ന കാലത്ത് ഒരൊറ്റ ബുക്കേ നമുക്ക് തരൂ. അതിൽ തന്നെ മലയാളം എഴുതും, നടുക്ക് ഇംഗ്ലീഷ് എഴുതും, അവസാനം കണക്കെഴുതും. ഇങ്ങനെയല്ലയോ നമ്മളെല്ലാവരും പഠിച്ചു വന്നത്. ഇവരൊക്കെ സൗകര്യം കൂടി പോയി. ചേച്ചി ഇപ്പോഴും അതിനൊരു കുറവൊന്നും വന്നിട്ടില്ല. ഫ്രിഡ്ജിന്റെ മണ്ടയിരിക്കണ ബുക്ക് എടുത്ത് നോക്കണം. ഫ്രണ്ടിലെ ചിട്ടിയുടെ പൈസ, ബാക്കിൽ കുടുംബക്കാരുടെ പേരും ഫോൺ നമ്പരും, നടുക്കാണെങ്കിൽ പത്രത്തിന്റെയും പാലിന്റെയും പൈസ ഇപ്പോഴും അങ്ങനെ തന്നെ എഴുതണവരും. എടാ മക്കളെ, നിനക്ക് പഠിച്ചൊരാളാവണോന്നുള്ള ചിന്തയില്ലയോ? നിന്റെ അച്ഛന് നിന്നെ ഒരു പോലീസുകാരനായി കാണണമെന്ന് ആഗ്രഹം. അച്ഛൻ്റെ അമ്മയുടെ ആഗ്രഹം മാത്രം നടത്തിയാൽ മതിയാ? എനിക്കുണ്ടമ്മ മോഹങ്ങള്. എനിക്ക് എന്റെ ആഗ്രഹം എന്താണെന്നറിയാമോ? കളിമണ്ണിൽ ഓരോ രൂപം ഉണ്ടാക്കി വിദേശത്തേക്ക് അയക്കുക, അവിടെ ചെന്നിട്ട് സായിപ്പന്മാരെ പോലെ ജീവിക്കുക. ഇതൊക്കെയാണ് എന്റെ ആഗ്രഹം. അങ്ങനെയാണെങ്കിൽ അപ്പുറത്തെ വീട്ടിൽ ചട്ടിയും കലം ഉണ്ടാക്കുന്ന സുനി പണ്ടേ സായിപ്പാവേണ്ടതാ, അറിയാമോടാ നിനക്ക്? ഇവനാണെങ്കിൽ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഇവന്റെ ബുക്കിനകത്ത് മയിൽപീലി എടുത്ത് വെച്ചിട്ട് പറഞ്ഞു ഇത് പ്രസവിക്കുമെന്ന്. 7ാം മാസമായപ്പോ അത് പ്രസവിക്കാൻ പോകുന്നെന്നും പറഞ്ഞ് എന്നെ കൊണ്ട് 7 കൂട്ടം പലഹാരം വാങ്ങിപ്പിച്ചവനായി. അറിയുന്നുണ്ട് ഞാൻ കേട്ടോ, അറിയുന്നുണ്ട്. ഇവന്റെ ബുക്കിനകത്താണെങ്കിൽ മൊത്തം ഹിന്ദിക്കാരി പെൺപിള്ളേരുടെ പടം. ഹിന്ദിക്കാരി പെൺപിള്ളേരൊന്നുമല്ല, അത് ഹിന്ദി നടി ദീപിക പതുക്കോൺ. അവക്കെന്താ പെട്ടെന്നോണം അവൻ അറിയത്തില്ല? പേരാണ് ദീപിക പതുക്കോൺ. എനിക്കൊന്നും അറിയണ്ട. നീ എന്നെ കൂടുതൽ പാപിക്കാനൊന്നും വരണ്ട വരണ്ട വരണ്ട. ഇന്ന് റിസൾട്ട് വരുമ്പോ തോറ്റിട്ട് വന്നാ നിന്നെ ഞാൻ എടുക്കും. ഞാൻ പറഞ്ഞില്ലെന്ന് വിളിക്കുന്നു. നിന്റെ അച്ഛൻ വിളിക്കുന്നു. ഹലോ ഹലോ. ആ ചേട്ടാ, ചെറുക്കനോട് ഞാൻ കൊടുക്കാം. ഇന്നലെയാണ് റിസൾട്ട് വന്നത്. അതെ, നീ ജയിക്കോടാ. വീട്ടിൽ വന്ന് ഫോണിൽ ബെല്ലടിക്കണേ. നിങ്ങളുടെ മോൻ വിക്കിയതാ. നീ എങ്ങാനും തോറ്റ ഫ്ലൈറ്റ് എടുത്ത് വന്ന ചോറെല്ലാം അരച്ചു തന്നെ ഞാൻ ശരിയാക്കും. അച്ഛൻ വല്ല മണ്ടനാണ്. അല്ല, ഞാൻ തോറ്റെന്നും പറഞ്ഞു എന്നെ അടിക്കാൻ 45,000 എടുത്ത് ഫ്ലൈറ്റും പിടിച്ചു പറഞ്ഞു. അമ്മയെ വിളിച്ച് പറഞ്ഞ അമ്മ ചെയ്തില്ലേ? ശരിയാണല്ലോ, വെറുതെ കാശ് കളഞ്ഞല്ലേ? അതെ അതെ, അച്ഛൻ അങ്ങനെയൊക്കെ പറയും. പക്ഷെ മോനെ ശരി അച്ഛാ, ഞാൻ ജയിച്ചോളാം. എന്നെ കൊണ്ട് പറയരുത് നീ എന്നെ കൊണ്ട്. അമ്മേ, ആരാ മോനെ അത്? +1-ന് 2 വിഷയത്തിന് പോയ ഉണ്ണിണ്ടോമേ? കേട്ടോ നീ? ഉണ്ട് മോനെ. ആരാ ഇത്? +1-ന് ഫുൾ A+ മേടിച്ച അച്ഛോമേ. പിന്നെ ആരാ ഇപ്പൊ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? ഞാൻ നിന്നെ കാണാൻ വന്നതല്ല, എന്റെ അമ്മേനെ കാണാൻ വന്നു. എന്റെ അമ്മേനെ? അമ്മേ, അമ്മേ, അമ്മേ.
അമ്മേ, അമ്മേ. മക്കളെ പരീക്ഷ എല്ലാം നന്നായിട്ട് എഴുതിയായിരുന്നോടാ നീ? പരീക്ഷ നന്നായിട്ട് എഴുതിയോന്ന് ഞാൻ ഈ അഡീഷണൽ ഷീറ്റ് മേടിച്ച് പ്രിൻസിപ്പളായിട്ട് ഞാൻ ഉടക്കി. ഞാൻ ഈ ഷീറ്റ് മേടിക്കുന്നവർക്ക് ബാക്കിയുള്ള പിള്ളേർക്ക് പേപ്പറില്ല. ഞാൻ ഈ എഴുതിങ്ങനെ നിറച്ചോണ്ടിരുന്നപ്പോ പുറയിൽ വന്നേച്ചൊരു സാറ് എല്ലാം അങ്ങോട്ട് എഴുതി വെക്കല്ലേ, രണ്ടെണ്ണമൊക്കെ വിട്ടുകൂടെടാ. അങ്ങനെ അധ്യാപകരുടെ ഹാസ്യം. മക്കളെ ഇവനോട് എന്തുവാടാ സാറ് പറഞ്ഞത്? അവനോട് പറയാ എല്ലാം എഴുതാണ്ടിരിക്കണേ, ഓരെണ്ണം എഴുതടാന്ന്. എഴുതിയില്ലോടാ? നീ പരീക്ഷയ്ക്ക് അമ്മ, ഞാൻ എഴുതി, അമ്മ. പരീക്ഷയ്ക്ക് അമ്മ, ചുമ്മാ അമ്മ, ഞാൻ- പറയുന്നത് കേട്ടോ? എടാ, ഇറങ്ങി പോടാ എന്റെ വീട്ടിൽ. എന്റെ മക്കളെ നമുക്ക് ഇവനെ ഒന്ന് നന്നാക്കി എടുക്കണോടാ. എടാ ഇവൻ ഈ രീതി പോയാൽ ശരിയാവത്തില്ല. ശരിയാവില്ല. ഇവന്റെ എഡ്യൂക്കേഷൻ ശരിയാക്കണം നമുക്ക്. എന്നത് എഡ്യൂക്കേഷൻ. അമ്മ പഴയ ആളല്ലയോടാ, നമുക്ക് അറിയത്തില്ലല്ലോ. പണ്ടൊക്കെ ഇങ്ങനെയായിരുന്നു പറഞ്ഞോണ്ടിരുന്നത്. വിദ്യാഭ്യാസം എന്ന് പറഞ്ഞ പോലെ അതില്ലാത്തോട്ടല്ലേ അങ്ങനെ പറഞ്ഞത് ഞാന്. അതാ എഡ്യൂക്കേഷൻ പറഞ്ഞു കഴിഞ്ഞപ്പോ തന്നെ ഞാൻ പിടിച്ചു ഈ സംഭവം ഇല്ലാന്നുള്ളത്. ഇവന്റെ കുഴപ്പം എന്നാന്ന് അറിയാമോ? ഇവന്റെ കൂട്ടുകെട്ട് ശരിയല്ല. എന്റെ കൂട്ടുകാർ ശരിയല്ലെന്ന് പറഞ്ഞാൽ നീ ആരാ? എനിക്ക് എന്റെ കൂട്ടുകാർക്ക് എന്താ കുഴപ്പം? എടാ നീ ഒരു കാര്യം മനസ്സിലാക്ക്, നമ്മൾ കുട്ടികളാണ്, വിദ്യാർത്ഥികൾ. നമുക്ക് ഏറ്റവും വേണ്ടത് അച്ചടക്കമാണ്, അച്ചടക്കം. നീ എന്നെ കണ്ടു പഠിക്കണം. രാവിലെ 3:30 വെളുപ്പിന് എഴുന്നേക്കും, എന്നിട്ട് പാത്രത്തിൽ വെള്ളം എടുത്ത് വെച്ച് കാലതിനകത്ത് ഇട്ടിരുന്ന് പഠിക്കും. എന്നാലാണ് ഇങ്ങനെ തലയിൽ കയറുള്ളൂ. കേട്ടോടാ 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 പറഞ്ഞത് കേട്ടോടാ. വെളുപ്പാൻ കാലത്ത് തലയെടുത്ത് വെള്ളത്തിൽ ഇട്ടാലേ കാലേ കൂടെ വല്ലതും കേറും. തലയിട്ട് വിളിച്ചിട്ടാണ്. എന്താന്ന് പറഞ്ഞത്? കാലെടുത്ത് വെള്ളത്തിൽ വെച്ചാലേ തലേ കൂടെ വല്ലതും കേറത്തുള്ളൂ പറഞ്ഞത് കേട്ടോ നീ? അത് അവന്റെ തലക്കാരനാണ്, നിങ്ങൾ എന്റെ തലക്കാരനെത്തിനാണ്. എടാ ചെറുക്ക, നീ എന്തുവാ കാണിക്കുന്നേ? 11 മണി വരെ ദേ ഇങ്ങനെ കടന്നൊരു ഉറക്കവാ. എങ്ങനെ നിന്റെ തലയിലോട്ട് വല്ലതും കേറാനാ നിന്റെ? പഠിച്ചോളാന്ന് പറഞ്ഞു. റിസൾട്ട് വന്നില്ലല്ലോ അതിന്. വരട്ടെ, റിസൾട്ട് ഇങ്ങോട്ട് വരട്ടെ. എടാ മോനെ, +2 കഴിഞ്ഞ് നിനക്ക് എന്തോ പോവാനാണ് ആഗ്രഹം? അതിപ്പോ പറയാനെന്തിരിക്കണമേ, ഞാൻ എൻട്രൻസ് എഴുതും, MBBS എടുക്കും, വലിയൊരു ഡോക്ടറാകും, എന്നിട്ട് വലിയൊരു ഹോസ്പിറ്റലിൽ പണിത് പാവപ്പെട്ട എല്ലാവരെയും സൗജന്യമായിട്ട് ഞാൻ ചികിത്സിക്കും. എനിക്കാകെ ഒരൊറ്റ വിഷമമുള്ളൂ അമ്മ. എന്തോ മോനെ? ഇവന് +2 കിട്ടിയില്ലല്ലോ. നീ എന്തിനാ അതിനെ കിടക്കുന്നത് പറയണത്? നീ നിന്റെ കാര്യം പറ. എടാ ഞാൻ അവിടെ ഡോക്ടറായി കഴിഞ്ഞാൽ നീയാണ് ഇവിടുത്തെ അറ്റൻഡർ. ഒരു അറ്റൻഡർ ആവണമെങ്കിൽ മിനിമം +2 വേണ്ടേ? കേട്ട് പഠിക്കണോ? കേട്ട് പഠിക്ക് മക്കളെ. ഇവന് ആരോടും ഒരു സ്നേഹമില്ല മക്കളെ. ഇവന്റെ അച്ഛനോടാണ് തീരെ ഇവന് സ്നേഹമില്ല. അച്ഛൻ പറഞ്ഞേക്കുന്നത് എന്തോന്നറിയാമോ? +2 ജയിച്ചു കഴിഞ്ഞാൽ ഒരു ഐഫോണും ഒരു ലാപ്ടോപ്പും ഇവന് വാങ്ങിച്ചു കൊടുക്കാന്നാ പറഞ്ഞേക്കുന്നത്. അറിയാമോ? ആരോടാ അമ്മയെ പറയണേ? ഇവൻ അന്യായ സ്നേഹ അച്ഛനോട്. ആ പാവ അവിടെ കിടന്ന് കഷ്ടപ്പെട്ട് കാശ് കളയണ്ടല്ലോ എന്ന് വെച്ച് മനഃപൂർവ്വമാണ് ഇവൻ തോക്കണത്. ആര് മലപ്പുറം തോക്കുന്നത്? ആര് എഴുതിയിട്ടുണ്ട് പരീക്ഷ? ആ റിസൾട്ട് വരുന്നില്ലല്ലോ നിങ്ങൾ ചുമ്മാ പറ. റിസൾട്ട് വരട്ടെ, റിസൾട്ട് ഇങ്ങോട്ട് വരട്ടെ. അയ്യോ മക്കള് വന്നിട്ട് കുറെ നേരം, അമ്മ ചായ എടുത്തോണ്ട് വരട്ടെ. വേണ്ടമ്മ വേണ്ട. ഒന്നാമത്തെ പാലിന് 28 രൂപ, തേയില, പഞ്ചസാര, അതും പോരാണ്ട് ഗ്യാസും ഇല്ല. ആ സമയത്ത് ഈ അമ്മേനെ കൊണ്ട് ചായ എടുപ്പിക്കണ കഷ്ടല്ലേ? എന്നാമേ ഈ പാട്ടിന് റൈറ്റ്സ് ഇല്ല, ഞാൻ തന്നെ പാടണം. കണ്ടിന്യൂ കണ്ടിന്യൂ. ഒരു ചായ ഗ്ലാസ് എടുത്തിട്ട് വരട്ടെ. പോലെ പോലെ പോലെ. അമ്മാ 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 അമ്മാ. കണ്ടു പഠിക്കടാ നീ, കണ്ടു പഠിക്ക്. ഗുരുത്വമുണ്ട് ഇവന്. എടാ ശരയണം എന്താടാ എന്താ എന്താടാ? നിനക്കെന്താ? എനിക്കറിയണം നിന്റെ ഉദ്ദേശം എന്താണ്. എന്ത്? എന്റെ അമ്മയെ വന്ന് സോപ്പിട്ട് ഇവിടെ കയറി വന്ന് എന്റെ കുറ്റങ്ങളൊക്കെ പറയുന്നു. പറ, നിന്റെ മനസ്സിലിരിപ്പ് പറ. എന്തുവാണ് നിന്റെ മനസ്സിലിരിപ്പ്? റിവഞ്ച്. എന്ത് റിവഞ്ച്? പ്രതികാരം. എന്താണ് പ്രതികാരോടാ? എടാ നമ്മുടെ കൂടെ പഠിച്ച അശ്വതിനെ എനിക്ക് ഭയങ്കര ഇഷ്ട. അതിന് പക്ഷെ അവക്ക് നിന്നെ ഇഷ്ടം. എന്റെ മാസ്റ്റർ പ്ലാൻ നീ കേട്ടോ. നിന്നെ ഞാൻ ഈ വീട്ടിൽ നാറ്റിക്കും, പിന്നെ നാട്ടിൽ നാറ്റിക്കും. അവളുടെ മനസ്സിൽ തന്നെ നിന്റെ മുഖം ഞാൻ തുടച്ച് നീക്കും. എന്റെ പൊന്നെ, ഭയങ്കര ബുദ്ധി തന്നെ. എ ക്ലീൻ കേസ് ഓഫ് ഹരിതകർമ്മസേന. പച്ചക്ക് ഒഴിവാക്കും. എടാ, എനിക്ക് അതിനെ അവളെ ഇഷ്ടമാണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. എന്റെ മനസ്സിൽ പോലും അങ്ങനെ ഇല്ലല്ലോ. പിന്നെന്താ? എടാ സംഭവമുണ്ട്. കുറെ കാലം കഴിഞ്ഞ് നമ്മുടെ സ്കൂളിൽ പൂർവ്വ വിദ്യാർത്ഥി സംഗമം വയ്ക്കും. അന്ന് നീയും അവളും തമ്മിൽ കണ്ടുമുട്ടും. പക്ഷെ അന്നും അവളുടെ മനസ്സിൽ നിന്റെ ഈ ഓഞ്ഞ മോന്ത ഉണ്ടാവരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. നിനക്ക് ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ പറ്റണത്? ഞാൻ പഠിക്കും, നീ പഠിക്കൂല. നീ പോകുന്നതിന്റെ കാര്യം നോക്കി. അമ്മ അമ്മ നമുക്കുള്ള വെള്ളം കുടിക്കുന്നേ. എന്റെ മോനെ, ഇവനെങ്ങാനും തോറ്റുപോയോ ഞാൻ എന്തോ ചെയ്യൂടാ? ഞാൻ റിസൾട്ട് വന്നില്ലല്ലോ. റിസൾട്ട് വരുമല്ലോ ഇപ്പം. അമ്മ ആ കാര്യം എടുത്ത് പേടിക്കണ്ട. അവൻ തോക്കും 100% ഉറപ്പാ. പക്ഷേ
അമ്മ മനസ്സിലാക്കിക്കോ. തോറ്റവരാണ് എന്നും ചരിത്രങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ളത്. അങ്ങനെ പറഞ്ഞു കൊടു ഇത് എങ്കിൽ. അതുകൊണ്ട് ഇവരെ നമുക്ക് വല്ല വർക്ക്ഷോപ്പിലും കൊണ്ടു നോക്കാം. കരി വരണ്ട് പേരൊക്കെ ഞാൻ വർഷാപ്പിൽ പോകുമ്പോൾ ബാക്കി ചേരുന്നുള്ളത് ഞാൻ തീരുമാനിക്കും. നീ ആര്? ഞാൻ അന്തസ്സായിട്ട് പഠിച്ചെഴുതിക്കോളാം. ഞാൻ അന്തസ്സായിട്ട് എന്റെ പഠിച്ചെഴുതിക്കോളാം. പഠിപ്പിന്റെ കൂടെ ഇപ്പൊ അങ്ങനെ നീ പഠിക്കുകയാണെങ്കിൽ നിനക്ക് ഞാനുണ്ട് കൂടാ ക്ലാസ്. നീ ആരാണ് എന്നെ പഠിപ്പിക്കാൻ? നീ നിന്റെ കാര്യം നോക്ക്. എനിക്ക് പഠിപ്പും വിവരം ബുദ്ധി ഉണ്ടാ ബുദ്ധി. എടാ രണ്ടുകൂടെ കിടന്ന് വഴക്കുണ്ടാക്കാതെ ചെയ്യാൻ പറ്റുന്ന ഒരു പണി ചെയ്. ദേ പുട്ടുണ്ടാക്കി വെച്ചിട്ടുണ്ട്, വന്ന് കഴിക്കും. എനിക്കൊന്നും വേണ്ട പുട്ട്. ഒന്നും പുട്ട് ആവിയിലുണ്ടാക്കിയ കുറെ സാധനങ്ങൾ, പുട്ട്, ഇടിയപ്പം, ഇഡലി. എനിക്കൊന്നും വേണ്ട ആവിയിലുണ്ടാക്കിയ പുട്ട്. എടാ നിന്റെയൊക്കെ മൂട്ടിൽ ഇച്ചിരി ആവി വെച്ചാലെങ്കിൽ നിനക്കൊക്കെ ബുദ്ധി ഉദിക്കട്ടെ എന്ന് കരുതിട്ട് അമ്മമാർ ഇതൊക്കെ ഉണ്ടാക്കി തരുന്നത്. വന്ന് കഴിക്കണോ അങ്ങോട്ട്? എനിക്കൊന്നും വേണ്ട. വേണ്ടേ? എനിക്ക് വേണ്ട പുട്ട്. അമ്മ എനിക്കില്ലേ പുട്ട്? ഉണ്ട് മക്കളെ, ഉണ്ടോ? ഉണ്ട്. മക്കൾക്ക് ഇഷ്ടമാണോ? ബേസിക്കലി എനിക്ക് പുട്ട് ഇഷ്ടമല്ല, പക്ഷെ ഇന്ന് ഞാൻ കഴിക്കും. കാരണം വെളുപ്പിനെ എഴുന്നേറ്റ് പുട്ടുപൊടി നാനാച്ച കോഴാച്ച് പുട്ടുണ്ടാക്കി കഷ്ടപ്പെട്ട ഈ അമ്മയാണ് അത് നമുക്ക് തന്നത്. എടാ, ആഹാരത്തെ നമ്മൾ ഒരിക്കലും നിന്ദിക്കാൻ പാടില്ല. ഓ, അവിടെ ഇരിപ്പോണ്ട് എടുത്ത് കയറ്റ്. റൈറ്റ്സിന്റെ വിഷയം കണ്ടിന്യൂ. അമ്മ 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 എടാ സാർ വിളിക്കുന്നടാ, എടാ സാർ വിളിക്കുന്നടാ. റിസൾട്ട് എനിക്ക് എടുക്കടാ. എനിക്ക് വയ്യ, എനിക്ക് വയ്യ. അമ്മ 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 എടുത്തോ എടുത്തോ എടുത്തോ. നീ എടുക്ക്. ഞാൻ എടുക്കൂല. എന്റെ ദൈവമേ, അയ്യോ. ഹലോ, ആ സാറേ, ആ ഉണ്ണിയുടെ അമ്മയാ സാറേ, ഉണ്ണിയുടെ അമ്മയാ. ആണോ? എനിക്ക് അപ്പോഴേ അറിയായിരുന്നു സാറേ, അത് അങ്ങനെ തന്നെ ആയിരിക്കുമെന്ന് എനിക്ക് അപ്പോഴേ അറിയായിരുന്നു. അച്ഛൻ്റെ എങ്ങനെയാ സാറേ? എനിക്കറിയായിരുന്നു സാറേ, അതൊക്കെ അങ്ങനെ വരുമെന്ന് എനിക്കറിയായിരുന്നു. അങ്ങനെ ആവുമെന്ന് എനിക്കറിയായിരുന്നു. ശരി സാറേ, ശരി. അമ്മേ, എന്തു മോനെ? അമ്മക്ക് മിഠായി ഉണ്ടേ? എന്തിനാ മോനെ? ഞാൻ ജയിച്ചില്ലേ? ആര് പറഞ്ഞു? ഇപ്പൊ സാറ് വിളിച്ചു പറഞ്ഞല്ലോ. അയ്യോ, മക്കളെ ജയിച്ചു നല്ല പറഞ്ഞത്. എന്റെ മോന് എല്ലാ വിഷയത്തിനും ജയിച്ചു. 4 A+, 2 A. അപ്പൊ എനിക്കമ്മേ നീ 6നും തോറ്റു. തൊലിക്കല്ലേ മിഠായി തൊലിച്ചു കളയല്ലേ. തിരിച്ചിതാ എനിക്കെന്റെ മിഠായി ഇതായോ. പൊന്നു മോനെ, അമ്മയ്ക്ക് അറിയായിരുന്നടാ നീ ജയിക്കുമെന്ന്. കാരണം എന്റെ ബുദ്ധിയാ നിനക്ക് കിട്ടിയിട്ടുള്ളത്. ഇന്ന് രാവിലെയും കൂടെ ആ കുടുംബശ്രീ പെണ്ണുങ്ങളുടെ അടുത്ത് ഞാൻ ബെറ്റ് വെച്ചിട്ട് വന്നതാ മക്കളെ ജയിക്കുമെന്ന്. നോമിനേഷൻ കൊടുക്കാൻ ലാസ്റ്റത്തെ ദിവസം എന്ന് പറഞ്ഞാൽ 2 ദിവസമേ ബാക്കിയുള്ളൂ. കൊടുത്തിട്ട് എവിടെയെങ്കിലും ഒന്ന് സ്വതന്ത്ര സ്ഥാനാർത്ഥി നിൽക്കണം. എന്തിനാ മോനെ? ഒറ്റ അടിക്ക് മറികണ്ണം ചാടി നിങ്ങൾക്ക് രാഷ്ട്രീയത്തിൽ ബാധിക്കും. കാരണം ഇത്രയും നേരം എന്നെ ഇവിടെ പറഞ്ഞ എനിക്കറിയാം. നിങ്ങൾക്കുള്ള ഞാൻ പിന്നെ തരാം. ആദ്യം അച്ഛനെ വിളിച്ച് കാര്യം പറ. അച്ഛനെ വിളി. നീ തന്നെ വിളിച്ചങ്ങോട്ട് കാര്യം പറ. എന്നാ അച്ചോ. ഹലോ അച്ഛാ, അച്ഛാ, പറടാ. അച്ഛാ, പരീക്ഷയുടെ റിസൾട്ട് വെച്ചാ റിസൾട്ട് വന്നോ? വന്ന്. ജയിച്ചോളാ പൊന്നു മോനെ. ജയിച്ചു. 4 A+, 2 A. 4 A+, 2 A. 2 A ഉണ്ട്. 2 A ഓടാ. നീ വാലുവേഷന് കൊടുറാ. വേണ്ടച്ച, ഞാൻ ഈ മാർക്കിൽ ഹാപ്പിയാണ്. അതല്ലട, ഇത് എങ്ങനെ കിട്ടിയെന്ന് അറിയണല്ലോ. ഈ 4 A+, 2 A. നീ തോക്കണ്ട പോന്നെ. പിന്നെ ഇത് എങ്ങനെ കിട്ടി ഈ സാധനം? അച്ഛാ, പറഞ്ഞ സാധനങ്ങൾ ഇങ്ങോട്ട്. എനിക്കിവിടെ കുറച്ച് ജോലി ബാക്കിയുണ്ട്. ശരി. അവൻ പോയ അവൻ ഇവിടെ. അമ്മേ, ഞാൻ ഇറങ്ങട്ടമ്മേ. അയ്യോ, നീ പോവല്ലേ. നീ പോവല്ലേ. കുഴപ്പമില്ലല്ലേ? വീട്ടിൽ കയറ. ഈ വീട്ടിൽ എന്നെ അനുഭവം ഞാൻ കാലേവാരി നിർത്തണി. നിങ്ങളവിടെ. ആ, അല്ല, എന്തായാലും ഞാൻ ജയിച്ചല്ലോ. എന്താ നിന്റെ ഫ്യൂച്ചർ പ്ലാൻ? ഇതിപ്പോ എഴുതി എടുക്കാം. എന്ത്? തോറ്റവരാണ് ചരിത്രം ഉണ്ടാക്കിയിട്ടുള്ളത്. കേട്ടില്ലേ? തോറ്റവർ. നീ എനിക്കെന്തോ വർക്ക്ഷോപ്പിൽ എന്തോ ജോലിയുടെ കേസ് പറഞ്ഞല്ലോ. നീ അവരൊന്ന് വിളിച്ചിട്ട് നീ നാളെ തൊട്ട് അവിടെ വരുന്നെന്ന് പറ. എനിക്ക് ഗ്രീസ് അലർജിയാ. നീ അതിൽ കിടന്ന് മെഴുവണം. നീ ഇവിടെ എന്നെ അതിന് മാത്രം നീ പറഞ്ഞ്. അമ്മേ, ഞാൻ എൻട്രൻസ് എഴുതിയതിനെ പറ്റി അമ്മയുടെ അഭിപ്രായം എന്താ? അത് മെഡിക്കൽ. നല്ല അഭിപ്രായം മക്കളെ. ഞാൻ ഈ എൻട്രൻസ് എഴുതി ഒരു ഡോക്ടറായിട്ട് ജംഗ്ഷനിൽ വലിയൊരു ഹോസ്പിറ്റൽ കെട്ടുന്നു. അവിടെ ഞാൻ ഡോക്ടറായിട്ട് വിലസുന്നു. നീ ടെൻഷൻ അടിക്കണ്ട. +2 തോറ്റെന്ന് പറഞ്ഞ കുഴപ്പമൊന്നുമില്ല. അറ്റൻഡറായിട്ട് ഞാൻ നിർത്തിക്കോളാം. ഞാൻ നിർത്തുവാടാ. നീ അതിനും മാത്രം എന്നെ പറഞ്ഞ്. എനിക്ക് ദാഹിക്കുന്നു, വല്ല ചായ എടുത്തുണ്ടോ? പോയിട്ടോ. നീ അങ്ങനെയല്ലേ ഇവിടെ കിടന്ന് എന്റെ അടുത്ത് പറഞ്ഞത്? തേയിലക്ക് വില കൂടി, പഞ്ചാര. നീ എന്തോ സിമ്പതിയായിരുന്നു ഇവിടെ കിടന്ന്. എന്താ അമ്മ കേട്ടാ ശരിയാവില്ല. വാ, അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല. അശ്വതീനെ നീ എടുത്തോ. എനിക്ക് വേണ്ട എന്റെ അച്ഛതിയെ. എനിക്ക് വേണ്ട. ഞാൻ ഡോക്ടറെ. എനിക്ക് അന്നത്തെ നല്ലൊരു പെണ്ണിനെ കിട്ടും. അല്ല മക്കളെ, എനിക്ക് അറിയാൻ പാടില്ലാത്തോണ്ട് ചോദിക്കുക. പലതരം തോൽവികൾ കണ്ടിട്ടുണ്ട്. ഇതിന് അടപടലം തോക്കുന്നത് ഞാൻ ആദ്യം. സത്യം. മക്കളെ, മലയാളത്തിന് പോലും നീ ജയിച്ചില്ലല്ലോടാ. നീ മാതൃഭാഷ വരെ എന്നെ ചതിച്ചമ്മ. അതിന് നിങ്ങൾ ഒറ്റ പരീക്ഷയ്ക്ക് പോയപ്പോ ഇവിടുന്ന് എന്നെ പറഞ്ഞു വിട്ടെ. എന്നെ പറഞ്ഞു അവനെ ശരിക്കും ശ്രദ്ധിച്ചേക്കണം. പരീക്ഷയുടെ 1ാം മണി അടിച്ചപ്പോ മുതല് ഇവനെ തന്നെ ശ്രദ്ധിച്ചിരിക്കുക.
എല്ലാ വിഷയം കഴിയുന്നവരെ അതുകൊണ്ട് ഞാൻ എഴുതാൻ പറ്റിയില്ല എന്റെ കുഴപ്പമാണോ? എടാ പഠിക്കാൻ വിട്ടാ പഠിക്കണം, അങ്ങനെ പലതിലും ശ്രദ്ധിച്ച് നടക്കരുത്. അറിയാവോ? നീ എന്റെ മോനെ കണ്ടുപിടി. നിനക്കിപ്പോ കാലോട്ട് തൊണ്ടേടാ എന്റെ അമ്മേരെ, നിനക്ക് കാലോട്ട് തൊണ്ടേ. വേണ്ട, 6 വിഷയത്തിന് തോറ്റ പിള്ളേർ എന്റെ കാര്യം. പിന്നെ മക്കളെ അവിവേകം ഒന്നും കാണിക്കരുത്, ബുദ്ധിമോശം ഒന്നും കാണിക്കരുത്. +2 ജയിക്കും തോക്കും അതൊന്നും നമുക്കൊരു വിഷയമേ അല്ല. ജീവിതം ഇവിടെ കൊണ്ടൊന്നും തീരുന്നില്ല, കേട്ടല്ലോ? വിഷമിക്കാതെ. അമ്മേ, ഓ അമ്മ എന്നെ വിചാരിച്ചു ഞാൻ അത്ര പോഴനാണോ? അങ്ങനല്ല. ഈ ഒരു +2 പരീക്ഷയ്ക്ക് തോറ്റു എന്ന് പറഞ്ഞിട്ട് അവര് വിചാരിച്ചു ഞാൻ പോയി തൂങ്ങിച്ചാവൂന്ന്. പോയല്ലേ പാട്ട് മെമ്പർ ബീച്ചേട്ടാ, ഓ ഒരു 500 രൂപ ഗൂഗിൾ പേ ചെയ്യാമോ? എന്തിനാണ് മോനെ? കിട്ടിയ പൈസ കൊണ്ട് നാട് വിട്ട് പോവാ ഞാൻ.